നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ പലപ്പോഴും പല വീഡിയോകളും ചെയ്യുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. ഇന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അത് രാഷ്ട്രീയമല്ല, ജീവിതമാണ്. അതായത് പച്ചയായ ജീവിതം, അത് ജീവിതത്തിലെ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറിച്ചു മാറ്റി വെച്ച ഒരാളെയാണ് ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നത്. അത് ആളിനെക്കുറിച്ച് ഇടയ്ക്കൊക്കെ പത്രമാധ്യമങ്ങളിൽ വന്നു. അങ്ങനെയാണ് ഞാനും കണ്ടെത്തിയത്. അത് ധനുജകുമാരി എന്ന എഴുത്തുകാരിയാണ്. എഴുത്തുകാരിക്കപ്പുറം തിരുവനന്തപുരത്ത് ഈ ചെങ്കൽച്ചൂളയിലാണ് താമസം. ആ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് നെറ്റി ചുളിക്കുന്നുണ്ടാകും. പക്ഷേ ജീവിതത്തിൻ്റെ ആ കൈപ്പേറിയ ഇടങ്ങളിൽ നിന്നൊക്കെ വളർന്നു വന്ന് ഇപ്പോൾ എഴുത്തുകാരുടെ ഒരു നിരയിൽ തന്നെയാണ് ധനുജകുമാരി നിൽക്കുന്നത്. ഹരിതകർമ്മസേനയിലെ ഒരംഗം കൂടിയാണ്. ഇനിയിപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ധനുജകുമാരി തന്നെ സംസാരിക്കട്ടെ, അതാണ് നല്ലത്. സ്വാഗതം ശ്രീമതി ധനുജകുമാരി. നമസ്കാരം സാർ. ഈ ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരു ഏടാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. അനുഭവമാണ്, അല്ലാതെ ഈ സാഹിത്യവും ഒക്കെ കലർത്തി ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നതല്ല. ധനുജകുമാരി ഹരിതകർമ്മസേനയിലെ പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു പുസ്തകം അത് നമ്മൾക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ BA-ക്ക് കോഴിക്കോട് സർവകലാശാലയിലും മലയാളം കുട്ടികൾ പഠിക്കുന്ന ഒരു പുസ്തകമാണ് ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതമെന്ന പുസ്തകം. ഈ പുസ്തകത്തെക്കുറിച്ചും ഈ ചെങ്കൽച്ചൂളയെക്കുറിച്ചും ധനുജകുമാരിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. ഇപ്പം ചെങ്കൽച്ചൂള എന്ന് പറയുമ്പോൾ ഇതെന്താണ്, സർക്കാർ ഔദ്യോഗികമായി പേര് മാറ്റിയതാണല്ലോ, പിന്നെയും നിങ്ങളെന്താണ് അവരെ അധിക്ഷേപിക്കുകയാണോ എന്നൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്കെതിരെ തിരിയുമായിരിക്കും. പക്ഷേ പിന്നെ രാജാജി നഗർ എന്നാണ് അതിന് ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന പേര്. പക്ഷേ എന്നാലും മറ്റൊരു പേര് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവിടുത്തെ ജീവിതം മാത്രമാണല്ലേ ഇതിനകത്ത് വന്നിരിക്കുന്നത്, അല്ലേ? അവിടുത്തെ ജീവിതം മാത്രമല്ല സാർ, അവിടുത്തെ ജീവിതമാണ് കൂടുതൽ വന്നിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ജീവനുള്ള ആ ജീവിതങ്ങളോട് മറ്റ് ജീവനില്ലാത്ത മനുഷ്യരുണ്ടാക്കിയ കുറേ പ്രശ്നങ്ങളും അത് മുഖാന്തരം ഞങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് ഏറെ വിഷമങ്ങളാണ് ഞങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഞങ്ങൾ ജീവനുള്ളവരാണ്, പക്ഷെ ജീവൻ പോലും ഇല്ലാത്ത മനുഷ്യർ. കാരണം എനിക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ജീവനുള്ളവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ തുടുപ്പുകൾ അറിയാൻ പറ്റും, അല്ലേ? അപ്പം നമ്മളെന്താണെന്നോ ഞങ്ങളുടെ തുടുപ്പുകൾ അറിയാൻ പറ്റാത്ത ഒരാളെ എനിക്ക് ജീവനോട് പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ അവർ കാണുന്നത് മനുഷ്യരായിട്ടല്ല, അപ്പം നമുക്കും അവർ മനുഷ്യരായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഇതിനകത്ത് ഈ ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യമാണ്. ഒരുപാട് പിന്നെ നിരവധി കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ, അല്ലേ? ഇത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. എനിക്ക് 49 വയസ്സേ ആയിട്ടുള്ളൂ. എൻ്റെ 49 വയസ്സിനിടയ്ക്കുള്ള കാര്യങ്ങളും അതിനു മുമ്പെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതായ വിഷയങ്ങളാണ്. അപ്പോൾ എനിക്ക് 49 വയസ്സാകുമ്പോൾ ഏകദേശം ഒരു 50 വർഷം വെച്ചോ. അതിനിടയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ട ഒരു സ്ഥലമല്ല ഞങ്ങളുടേത്, അവിടുത്തെ മനുഷ്യരും. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ ഈ ഒരു 50 വർഷത്തിനിടയ്ക്കൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യവും മറ്റും നമ്മൾ വിളിച്ചു പറയുന്നവരാണ്, രാപ്പകലില്ലാതെ. അപ്പോൾ ആ സമയത്തുണ്ട് അനുഭവം ഞാൻ എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഞാൻ എഴുതിയിരിക്കുന്നത് 1921 കാര്യമല്ല. ഞാനെല്ലാം എഴുതിയിരിക്കുന്നത് ഇപ്പം ഈ ജനറേഷൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ. ഈ ഭർത്താവും പിന്നെ മക്കളും ഒക്കെ കലാകാരന്മാരാണ്. ഈ അവർ കലാകാരന്മാരാണെങ്കിലും അവര് പിന്നെ വളരെ കൈപ്പേറിയ അനുഭവം അവർക്കും ഉണ്ടായിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ പോയ ഒരു അനുഭവം ഉണ്ടല്ലോ, മകൻ പഠിക്കാനായിട്ട് പോയപ്പോൾ അവിടെ മാറ്റി നിർത്തപ്പെട്ട, അതെന്താണെന്നൊന്ന് വിശദീകരിക്കാം? തീർച്ചയായിട്ടും പറയാം. കാരണം എൻ്റെ മകൻ്റെ ആ വിഷയം തന്നെയാണ് എനിക്ക് ഈ പുസ്തകമാക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്. കാരണം എനിക്കും അതുണ്ടായിട്ടുണ്ട്, അതേ അനുഭവം എനിക്കും ഉണ്ടായിട്ട്. പക്ഷേ എനിക്കുണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ കാലത്തുള്ള അനുഭവം ഒരു പക്ഷേ ഞാനൊരു കുട്ടിയായിരുന്നു, എനിക്ക് അന്നത് ചിന്തിക്കാൻ പറ്റി കാണില്ല. ഞാനതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു അമ്മയായ ശേഷം എൻ്റെ മകനുണ്ടായപ്പോൾ എനിക്ക് കുറച്ചുകൂടി ചിന്തിക്കാനുള്ള പ്രായം വന്നപ്പോഴും അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ മകനുണ്ടായ അനുഭവം അതേപോലത്തെ അനുഭവം ഒരുപാട് പേർക്ക് എൻ്റെ വിദ്യാഭ്യാസ സമയത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തമ്പാനൂർ UPSലാണ്. തമ്പാനൂർ UPS എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള
സ്കൂളാണ്. അത് വിട്ടുപോയി, അത് പ്രേക്ഷകരോട് പറയണം. അത് എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. പക്ഷെ തമ്പാനൂർ UP എന്ന് പറയുമ്പോൾ 7ാം ക്ലാസ് വരെ ഉള്ള അവിടെ തമ്പാനൂർ. പക്ഷെ അവിടെ ഒരുപക്ഷെ അത് ആ ഒരു വിദ്യാലയത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് മധുരമേറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളാണ് ഭൂരിപക്ഷം അവിടെ പഠിക്കുന്നത്, ഞങ്ങളുടെ കുട്ടികളാണ്. അപ്പോൾ അതിൽ വേറെ പുറത്തുനിന്ന് വരുന്ന ഒരു 4 or 5 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വിവേചനവും ജാതി വിവേചനവും ഒന്നും അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ഭൂരിപക്ഷമല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഭൂരിപക്ഷം ആകുമ്പോൾ അവിടെ വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ, ഞങ്ങളത് അറിഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു 1990 വരെ അവിടെ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞ് വിദ്യാഭ്യാസമുള്ളത് വിരലിലുണ്ടാകുന്ന ആൾക്കാർക്കായിരിക്കാം. പക്ഷെ 90 ശേഷം ഇപ്പോൾ എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷനാണ്. കാരണം അവരുടെ അച്ഛനമ്മമാർ അത്രമാത്രം കുട്ടികളെ പഠിപ്പിക്കാനും എല്ലാ കാര്യത്തിലും മുൻനിരയിൽ കൊണ്ടുവരുന്ന ഒരു വാശിയോടുകൂടിയാണ് ഇപ്പോഴത്തെ അവിടെ ഓരോ മാതാപിതാക്കളും പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ തമ്പാനൂർ UP ഞങ്ങൾ പിന്നെ അടുത്ത് പോകുന്നത് വെച്ചാൽ 8ാം ക്ലാസ്സിലാകുമ്പോൾ പോകുന്നത് കോട്ടൺ സ്കൂള്, കിള്ളിപ്പാലം, ബാട്ടൺ ഹിൽ ഇങ്ങനെയുള്ള സ്കൂളുകളാണ്. അന്ന് നമ്മൾ ഗവൺമെൻറ് സ്കൂളുകൾ ആശ്രയിച്ചാണ് അന്ന് പഠിച്ചിരുന്നത്. സർക്കാർ സംവിധാനമാണല്ലോ ഏറ്റവും നല്ലത്. അതെ, അതാ നല്ലത്. അപ്പോൾ അവിടെ ഞങ്ങൾ അന്ന് പഠിച്ചിരുന്നത് അതില്ല. ഞങ്ങൾ പൂർണ്ണമായിട്ടും സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ മക്കളും സർക്കാർ സ്കൂളിലാണ്. പക്ഷേ നമ്മൾ ഇപ്പൊ കാണുന്ന ഒരുപാട് പ്രഗത്ഭന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ സർക്കാർ സ്കൂളിൽ പഠിച്ചവരെയാണ്, പഴയ IAS കാരൊക്കെ. അതെ അതെ അതെ, എൻ്റെ മക്കളും സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ കുട്ടികളും പഠിച്ചത് മോഡൽ സ്കൂളിലാണ്, ഗവൺമെൻറ് മോഡൽ സ്കൂളിൽ അവരുടെ വിദ്യാഭ്യാസം എല്ലാം പൂർത്തീകരിച്ചത്. അപ്പം ഞങ്ങൾ വേറെ കോട്ടയം സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള പാട്, 2 ഞങ്ങളവിടെ അഡ്മിഷൻ കിട്ടി ചെന്നാൽ തന്നെ ഞങ്ങൾ കുട്ടികളല്ലേ, നമ്മൾ ഒരു പ്രായത്തിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അടികൂടെ പിടി ഒന്നുള്ളയൊക്കെ ചെയ്യാത്ത ഒരു കുട്ടികളും ഇല്ലല്ലോ. ഇതൊക്കെ സ്കൂൾ പഠനകാലത്തുള്ളതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ നമ്മുടെ തൊട്ടടുത്തേക്കുന്ന ഒരു കുട്ടി നമ്മളെ ഒരു 5 അടി അടിച്ചാലും നമുക്ക് 1 അടി കൊടുക്കാൻ പാടില്ല. ആ 1 അടി കൊള്ളുന്ന കുട്ടി പരാതി പറയും അധ്യാപകനോട്. ഒരു അധ്യാപന നിലയ്ക്ക് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു എൻ്റെ ഒരു ചിന്തയിലുണ്ടാകുന്ന വെച്ചാൽ, നമ്മുടെ ഒരു കുട്ടിയുടെ വീട് കഴിഞ്ഞാൽ, അവരുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു പാഠവും അവരുടെ ലൈഫിൽ ജീവിതത്തിൽ പിന്നെ മുൻപോട്ട് പോകുന്ന നല്ല ഓർമ്മകളും നല്ല ശീലങ്ങളും ഉണ്ടാകുന്ന ഒരു അധ്യാപകനിൽ നിന്നാണ്. ആ അധ്യാപകരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത്. എല്ലാ അധ്യാപകരും ഇല്ല, ഞാൻ എടുത്തു പറയാം, എല്ലാ അധ്യാപകരും ഇല്ല. അതിനുദാഹരണം ഒരു അധ്യാപകനുണ്ട്, അത് ഞാൻ പറയാം. ഇതെല്ലാത്തിനെയും മാറ്റിമറിക്കുന്ന ഒരു അധ്യാപകനുമുണ്ട്. അപ്പം നമ്മളവിടെ ചെന്ന് ഒരു അടിയോ ഈ കുട്ടിയെന്ന് പറയുമ്പോൾ നമ്മളെ വിളിക്കും, അവർ ടീച്ചേഴ്സ് വിളിക്കും, എന്താണ് കാര്യമെന്ന് തിരക്കി 2 കുട്ടികളെയും പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ? ഇവർ പെട്ടെന്ന് പറയുന്നത്, ഈ കുട്ടി കോളനിയിലെ കുട്ടിയാണ്, ഈ കുട്ടിയുടെ കൂടെ നിങ്ങൾ കൂട്ടുകൂടരുത് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ നേരെ പിടിച്ച് ബാക്ക് ബെഞ്ചിലെടുത്തു. ഇതൊക്കെ അന്നത്തെ അനുഭവം, മകന്റെ അനുഭവം അവിടെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഈ അനുഭവം ഞാനന്ന് ശ്രദ്ധിച്ചിട്ടില്ല. ഒന്നാമത് നമ്മൾ അന്നൊക്കെ സ്കൂളിലൊക്കെ പോകുന്നതിനൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒരു ടൈം പാസ് അറിഞ്ഞൂടല്ലോ കൊച്ചുകുട്ടി. പക്ഷെ മകൻ്റെ ജീവിതത്തിലോട്ട് വന്നപ്പോൾ, മകൻ പഠിച്ചത് മോഡൽ സ്കൂളിലാണ്. അതിനു മുമ്പായിട്ട് മകൻ്റെ പപ്പയുടെ കാര്യം കൂടെ പറഞ്ഞു, എങ്കിൽ മാത്രമേ എനിക്ക് ആ കാര്യത്തിലെത്താൻ ഒരു പൂർണ്ണത കിട്ടുള്ളൂ. മകൻ്റെ പപ്പ 2005 48 മണിക്കൂർ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ചെണ്ട കൊട്ടുന്നു. അപ്പം BJT ഹാളിലാണ് ചെണ്ട കൊട്ടുന്നത്. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? സതീഷ് K. പുള്ളിയാണ് ചെണ്ട കൊട്ട് ഗിന്നസ്. അപ്പം ഞാൻ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക ഒരു കേന്ദ്രമാണ് തൃശ്ശൂർ ജില്ല, അതിൽ ഞാനും അഭിമാനിക്കുന്നു. എനിക്ക് അഭിമാനമാണ്. കാരണം എൻ്റെ കേരളത്തിലോ എൻ്റെ ഇന്ത്യയിലെ ഒരാളുടെ വിജയം ഞാൻ വിജയമായിട്ടാണ് കാണുന്നത്. ഇന്ത്യയിലെ മാത്രമല്ല, ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഞാൻ പറഞ്ഞു പല പല കാര്യത്തിലോട്ട് പോകുന്നത്, അത് പിന്നെ പറയാം. ഇപ്പോൾ ഇത് പറയാം, മകൻ്റെ വിഷയം തന്നെ പറയാം. അപ്പം ഞങ്ങൾ മോനെ കലാമണ്ഡലത്തിലാക്കണമെന്നുള്ള ആഗ്രഹം മോൻ്റെ പപ്പയ്ക്കുണ്ടായി. കാരണം ഈ 48 മണിക്കൂർ കൊട്ടിയത് ആരെയും തോൽപ്പിക്കാനോ ആരുടെയും വലുതാവാനോ അല്ല. കാരണം നമുക്കൊരു നയമുണ്ടെങ്കിൽ ഒരു 10 പ്രോഗ്രാം നമുക്ക് കിട്ടും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് പുള്ളി പഠിച്ചിട്ടില്ല. അപ്പോൾ പുള്ളി അപ്പോഴൊക്കെ ചെണ്ട കൂട്ടുന്ന അറിയാലോ. ഇവിടുത്തെ നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിലും അന്നൊക്കെ സിനിമ പോസ്റ്റുകൾ കൊണ്ടുപോകാനും ഒക്കെ കൊട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം, ആ കാലം. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളെ ഒരാൾ അംഗീകരിക്കണം, എന്തെങ്കിലും നമുക്കൊരിത് വേണം. അതിന് വേണ്ടിയാണ് 48 മണിക്കൂർ കൊട്ടിയത്. അതിനുശേഷം മകനെ കലാമണ്ഡലത്തിലാക്കണം എന്നൊരു പുള്ളിക്കൊരാഗ്രഹം. കാരണം അടിസ്ഥാനപരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കൊരിത് ഒരു ഭാവിയിൽ അവനതൊരു മുതൽക്കൂട്ടാകും. അപ്പോൾ കലാമണ്ഡലം നിതീഷ് എന്ന് കേൾക്കാൻ ഞങ്ങൾ വളരെയേറെ ആഗ്രഹിച്ചു, മകൻ്റെ പേരിന് മുൻപായിട്ട്. ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. എന്ത് പറയുക, ഞങ്ങളുടെ കോളനിക്കാരുടെ തന്നെ ഒരു വലിയൊരു അവനൊരു കലാമണ്ഡലത്തിൽ അയക്കുമ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ളവരും ബന്ധുക്കളും എല്ലാം സന്തോഷത്തോടെ തന്നെ അയക്കുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, മകൻ ഞങ്ങൾ കോളനി ജീവിച്ച ആൾക്കാരാണ്. ഞങ്ങളുടെ ഇടയിൽ ജാതിയില്ല, മതമില്ല, ഞങ്ങളൊന്നുകൊണ്ട് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. കാരണം മുസ്ലിങ്ങളായാലും ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദു ആയാലും അതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കും. ഓണം വന്നാലും ഞങ്ങൾ ആഘോഷിക്കും, ക്രിസ്മസ് വന്നാലും ഞങ്ങൾ ആഘോഷിക്കും, ബക്രീദ് വന്നാലും ഞങ്ങൾ ആഘോഷിക്കും. അപ്പം ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ജാതിയില്ല. അപ്പം മകൻ അവിടെ പോകുമ്പോൾ അവൻ അതേപോലെ രീതിക്കാണ് പോകുന്നത്. പക്ഷേ അവൻ ചെല്ലുമ്പോൾ അവനെ ഈ മകൻ അച്ഛൻ്റെ ഒരു ലേബൽ വെച്ചാണ് കാണുന്നത്.
കാരണം തൃശ്ശൂരുള്ളവരാണല്ലോ വലിയ മേളക്കാരും അതിൻ്റെ തലവാന്മാർ. അപ്പോൾ അവർക്ക് പുള്ളി 48 മണിക്കൂർ കൂട്ടിയത് ഇഷ്ടപ്പെട്ടില്ല, ഗിന്നസ് റെക്കോർഡിന് കൂട്ടിയത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു കോളനിയിലുള്ള ഒരാൾ ഗിന്നസിൽ കയറിയല്ലേ, ബ്രേക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പം അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടിട്ടാണ് പുള്ളി ഇവരെല്ലാവരും മകനോട് ഇത് കാണിച്ചത്. അപ്പം അവനവിടെ ചെന്ന് എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട്, കാരണം ഒരുപാട് ആൾക്കാരായിട്ട് ഇടപെടി കിടക്കുന്ന ഒരു കൊച്ചാണ്, ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് വളർന്ന കുട്ടിയല്ല. ഈ കോളനിയിലെ പിള്ളേരെല്ലാവരും അങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളൊരു റബ്ബർ ബന്ധു പോലെയാണ്, എവിടെ എടുത്തെറിഞ്ഞാലും നേരെ തിരിച്ചു വരും. ആ ഒരു അവസ്ഥയിൽ അതാണ് ഈ കുട്ടി അവിടെ പോയി എല്ലാവരുമായിട്ട് നന്നായിട്ട് സഹകരിച്ചൊക്കെ ഇരുന്നു. പക്ഷേ അധ്യാപകർക്ക് ഭയങ്കരമായിട്ട് ഇവനോട് ദേഷ്യമുണ്ടായി, മാനസികമായിട്ട് അവനെ. അതായത് ഈ ചെങ്കൽ ചൂളയിൽ വരുന്നത് കൊണ്ട് അങ്ങനെ വല്ലതും അങ്ങനെ പറഞ്ഞു. അങ്ങനെ മാനസികമായി എന്നെ പീഡിപ്പിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ആ ക്ലാസ്സിൽ 8 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത് കലാമണ്ഡലത്തിൽ. അപ്പം ആ ഓരോ കുട്ടികളുടെ ജാതി മോൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന കുട്ടി ഇന്ന ജാതിയാണ്, ഇന്ന കുട്ടി ഇന്ന ജാതിയാണ്, ഈ കുട്ടിയുടെ അടുത്തിരുന്ന് പഠിക്കാൻ നിനക്ക് എന്ത് യോഗ്യത എന്ന് ചോദിച്ചു. അത് ഞാൻ ഇന്ന് പറയുന്നല്ല, 2014 എൻ്റെ പുസ്തകത്തിലുണ്ടത്, 2014 എൻ്റെ ഈ പുസ്തകത്തിലുണ്ട്. ഞാൻ നടക്കുന്നത് 2006 ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഇന്നിതിന് എനിക്കൊരു വാർത്തയ്ക്കോ ന്യൂസിന് വേണ്ടി പറയുന്നതല്ല, പക്ഷെ ഞാൻ മരിക്കുന്ന കാലം വരെ പറയാം, അതിനൊരു അർത്ഥമുണ്ട്. ഞാൻ പറയുന്നത് ജാതി ചോദിച്ചു, കോളനി പറഞ്ഞു, ജംഗൽ ചുള്ള, അത് മാത്രമല്ല പറഞ്ഞ് അവന് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പം വീട്ടിൽ വന്നു, എന്നിട്ട് അമ്മ ഇങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ അടുത്ത് ഒരു ദിവസം രാത്രി അവൻ എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, എൻ്റെ അടുത്ത് അമ്മ നമ്മൾ എന്ത് ജാതിയാണെന്ന് ചോദിക്കുകയാണ്, അവിടെ നിന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ കേട്ട് എന്ത് നീ ഇപ്പോൾ ജാതി ചോദിക്കാൻ കാരണം? അപ്പം അവൻ പറഞ്ഞു അമ്മ എൻ്റെ ജാതി എനിക്ക് പറഞ്ഞ വിഷമമൊന്നുമില്ല, കാരണം ഞാൻ പെണ്ണാണ്, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഓരോരുത്തർക്ക് ജാതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ പുറത്ത് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് അവൻ ചോദിക്കുക എന്താണ്, നമ്മൾ പറയാനാണിടാ. അപ്പം അവൻ പറയണം അപ്പം ലോകത്ത് എല്ലാവരും പറയരല്ലേ, അപ്പം അവൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവരും പറയരെന്നാണ്. അപ്പം അതുകൊണ്ട് അവൻ അവിടെ പറയാനാണെന്ന് ചെന്നോളം പറയുകയും ചെയ്തു. ഇതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് സത്യം. ഞങ്ങൾ പറയരാണ്, അവനതല്ലേ പറയാൻ പറ്റുമോ, കാരണം സർട്ടിഫിക്കറ്റ് ഒരു ജാതി എഴുതണമല്ലോ, അതുകൊണ്ട് അവനത് പറഞ്ഞു. അപ്പം അതവന് മാനസികമായിട്ട് അവർ ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ കൊച്ചു വീട്ടിൽ വന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ ഇവിടെ നിർത്താൻ പറ്റും ഒരുപാട് പരാതി ഞങ്ങളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, കാരണം മോനെ അവിടെ നിർത്താതിരിക്കുക. അന്നത്തെ സ്പീക്കറായിരുന്ന രാധാകൃഷ്ണ സഖാവിനെ ഞങ്ങൾ നേരിട്ട് കാണുകയും, എം പി ആയിരിക്കുന്ന സഖാവിനെ നേരിട്ട് കാണുകയും എൻ്റെ മോന് രണ്ടാമത് സഖാവ് നേരിട്ട് വന്നാണ് അവിടെ കൊണ്ട് അഡ്മിഷൻ എടുപ്പിക്കുന്നത്. വിളിച്ചു പറഞ്ഞു, അവിടെ ചെന്ന് അഡ്മിഷൻ എടുപ്പിക്കുകയാണ്. അവിടെ വരെയാണ് വന്ന് അഡ്മിഷൻ എടുപ്പിച്ച് ഈ കൊച്ചിനെ നിങ്ങൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മലയാള മാസം 1-ാം തീയതി, നമുക്ക് ഈ ഇവിടെ ജീവിക്കുന്ന നമുക്ക് ഈ മലയാള മാസം ഒന്നും അറിയില്ല, നമുക്ക് ഇംഗ്ലീഷ് മാസങ്ങളെ അറിയാവും, പക്ഷെ അവർക്കൊക്കെ അത് ഭയങ്കര പ്രാധാന്യമാണ്. രാവിലെ 4 മണിക്കാണ് ഇവർക്ക് സാധകം. അപ്പോൾ ഇവർ രാവിലെ സാധകത്തിന് വന്നപ്പോൾ അവനൊരു 5 മിനിറ്റ് ലേറ്റായിപ്പോയി. അവൻ്റെ ചെവിയിലടിച്ചു, ചെവിട്ടിൽ തന്നെ അധ്യാപകൻ അടിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റൂല, അത് എനിക്ക് ജോലി രാജിവെക്കേണ്ടി വന്നാലും നിന്റെ കയ്യിനെ ഞാൻ അടിച്ചൊടിക്കും. മന്ത്രിയല്ല, സ്പീക്കറല്ല, ഇനി പ്രധാനമന്ത്രി വിളിച്ചാലും നിന്നെ നിർത്തൂല. അധ്യാപകന്റെ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനെ ഞാൻ 10 വർഷം കൊണ്ട് പറയുന്നു. ആരെങ്കിലും ഒരാൾ പ്രതികരിക്കട്ടെ, അങ്ങനെ അല്ല എന്നുള്ളത് തെളിയിക്കട്ടെ, അപ്പം ഞാൻ പേര് പറയാം. ഇപ്പം ഞാൻ പേര് പറയുന്നില്ല. എനിക്കും അറിയാം, അധ്യാപകർക്കും അറിയാം. 2 അധ്യാപകരുണ്ട്. എനിക്കറിയാം, എൻ്റെ മക്കൾക്ക് മോനറിയാം, അവർക്കും അറിയാം. ഇപ്പം അവർ പ്രതികരിക്കട്ടെ, അങ്ങനെ അല്ലാന്നവർക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ പറയട്ടെ, പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനായിട്ട് പേര് പറയുന്നില്ല. ഇപ്പം ഞാനിത്തിരി കുറേ വർഷം കൊണ്ട് ഞാൻ പറയല്ലേ. അപ്പം അവർ മോനോട് പറയണം നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയണം. പിറ്റേന്ന് എൻ്റെ മോൻ അവിടെ നിന്ന് വരെയാണ്. ഈ രണ്ടാമത് അഡ്മിഷൻ എടുത്തതിന് ശേഷം കൊച്ചിനെ പേടിപ്പിച്ചു. അപ്പോൾ പോകുന്നുമ്പേ പറയണം എൻ്റെ അടുത്ത്, നീ ഇനിയും വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഇവിടെ ആരെങ്കിലും അപ്പം അന്വേഷിക്കാൻ വന്ന നമുക്ക് ഈ പത്രവും ചാനലും മാധ്യമമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വളരെ ഒരു സഹായമുള്ളതാണ്. കാരണം പല വിഷയങ്ങളും പുറത്തു കൊണ്ടുവരുന്നത് അവരാണ്. പക്ഷെ നമുക്ക് എന്നും നമ്മൾ മാത്രം അവരുടെ വിഷയമല്ല, അവർക്ക് വേറെ അവരെ കൊണ്ട് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ എന്നും ഞങ്ങളുടെ ഒരു വിഷയം പ്രശസ്തിയായിട്ട് നിൽക്കത്തില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, കാരണം എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസമാണ്. കാരണം അവൻ്റെ മനസ്സിനകത്തൊരു വൈരാഗ്യ ബുദ്ധി വന്നു കഴിഞ്ഞാൽ അത് അവൻ്റെ ഭാവിയെ ബാധിക്കും. ഇനി വീട്ടിനകത്തിരുന്ന് കാണുന്ന ഒരാൾ, ഞാനൊരു ടി വിയിലും പത്രത്തിലൊക്കെ കൊടുത്ത് കേസായി, വീട്ടിനകത്തിരുന്ന് കാണുന്ന ആ ഹെഡ്ലൈൻ കാണുമ്പോഴേ അയാൾ പറയും ചെങ്കൽ ചൂള, ഇവൻ അങ്ങനെ തന്നെ, അവനെക്കുറിച്ച് അവർക്ക് അറിയില്ല, ഇവരത് മുദ്ര കുത്തും. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ അവിടെ സംയമനം പാലിച്ചു. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എനിക്ക് വലുതായിരുന്നു. വീണ്ടും അവൻ ഇവിടെ വന്നതിൻ്റെ 3-ൻ്റെ അന്ന് TC അയച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ TC അയച്ചു. ഇന്ന് എൻ്റെ മകന് 32 വയസ്സായി. ഇന്ന് വരെ എൻ്റെ മകൻ എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടോ, മരിച്ചോ, ജീവനോടെ ഉണ്ടെന്ന് അവിടെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു അധ്യാപകൻ തിരക്കിയിട്ടില്ല. എന്തുകൊണ്ട് തിരക്കാത്ത? പക്ഷെ അവിടവും കഴിഞ്ഞ് അവൻ ഇവിടെ വന്നു. ഇവിടെ 8-ാം ക്ലാസ്സിലെത്തുമ്പം
മോഡൽ സ്കൂളിൽ അവൻ അടുത്ത് വന്നു ചേരുന്ന വേറൊരു അധ്യാപകൻ്റെ അടുത്താണ്. അല്ല, അപ്പൊ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല, ചെയ്യാൻ പറ്റിയില്ലല്ലോ. ദിവസങ്ങൾ മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ. ഒരു ഏറിയാൽ ഒരു 7-8 മാസം. പിന്നെ അങ്ങോട്ട് പോകണമെന്നില്ല ഇനിയിപ്പോൾ? അയ്യോ, ആലോചിക്കാൻ വയ്യ. അല്ല, ആലോചിക്കാനെന്നല്ല, എൻ്റെ അറിവിലുള്ള ഏതെങ്കിലും കുട്ടികളുണ്ട്, ചിലപ്പം കുട്ടികളാണ്, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. ഞാൻ ഈ പറയുന്നത് അത് സാറൊന്ന് മനസ്സിലാക്കണം. ഈ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് 2006 കഥയാ. 2014 അതെ, അത് ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? അന്നുകൊണ്ട് ഇത്രയും സ്വാതന്ത്ര്യം. വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ചെങ്കൽച്ചൂളയിൽ നിന്ന് ധനജകുമാരിയെ ഞങ്ങൾ ഇവിടെ വിളിച്ചിരുത്തിയില്ലേ? തീർച്ചയായിട്ടും. അത് അപ്പൊ താങ്കളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ 2 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളില് നിങ്ങളുടെ പുസ്തകം കുട്ടികൾ പഠിക്കുകയാണ്. അതിൽ സന്തോഷം. അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ അല്ലേ സാർ? അങ്ങനെയല്ല സാർ, ഞാനേ പറഞ്ഞല്ലേ, എനിക്കിപ്പം കലാമണ്ഡലത്തെക്കാളും നല്ലൊരു അധ്യാപകൻ്റെ അവൻ വന്നെത്തി. പിന്നെ അവൻ മോഡൽ സ്കൂളിൽ വന്നു, അവൻ്റെ അനുജൻ സുധീഷ്. പിന്നെ ഞങ്ങളുടെ കോളനിയിലെ കുറേ കുട്ടികളൊക്കെ ആയിട്ട് ചേർന്ന് ദേശീയ പുരസ്കാരം നല്ല അധ്യാപകന് കിട്ടി. ഈ സംഭവം കലാമണ്ഡലത്തിൽ ഇങ്ങനെ ഉണ്ടായപ്പോഴേ ആ സംഭവം അന്നത്തെ മുഖ്യമന്ത്രി ഒന്നും സമീപിച്ചില്ല. അന്ന് 2006 മുഖ്യമന്ത്രി നമ്മുടെ VS അച്യുതാനന്ദൻ ആയിരുന്നു. സമീപിച്ചില്ല. ഞങ്ങള് പോയില്ല, പരാതിയായിട്ടൊന്നും ഒരിടത്തും പോയിട്ടില്ല. അക്കാര്യത്തിലൊക്കെ VS ഇടപെടുമായിരുന്നു. തീർച്ചയായിട്ടും ഇടപെടുക മാത്രമല്ല, ഇനി ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാകാത്ത രീതിയിൽ അദ്ദേഹം ശരിയാക്കി തരുമായിരുന്നു. തീർച്ചയായിട്ടും ചെയ്യുമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കൊച്ചിൻ്റെ ഭാവി, കാരണം അവരിങ്ങനെ ഒരു വാക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എങ്ങനെ ഇവിടെ TV-കാരോ ചാനലുകാരോ വന്ന നീ ഇവിടെ റൂമുകളിൽ കയറി എല്ലാ കുട്ടികളുടെ സാധനങ്ങൾ എടുക്കുന്നു എന്നുള്ള പറയുമെന്ന്. അപ്പോൾ എനിക്ക് ചെങ്കൽച്ചൂളിൽ ഓൾറെഡി ഞങ്ങൾക്കൊരു പേരുദോഷം ഉണ്ട്. ഞങ്ങൾ എന്തിനാണ് കൊച്ചു കുട്ടികൾ? അവർക്ക് തൃശ്ശൂരുകാർക്ക് ഈ ചെങ്കൽച്ചൂളാന്ന് കേട്ട ഉടനെ അവർക്കറിയാം, അവരിപ്പോൾ തിരക്കാതിരിക്കുമല്ലോ. എന്നെ എൻ്റെ പുസ്തകത്തിൽ പത്രത്തിൽ കണ്ടപ്പോൾ നിങ്ങൾ തിരക്കിയില്ലേ ഞാൻ ആരാണെന്ന്. അപ്പം അതുപോലെ പുള്ളിയുടെ മോൻ്റെ പപ്പ 48 മണിക്കൂറിന് കുട്ടിയെന്ന് കഴിയുമ്പോൾ അവർ തിരക്കി കാണണമല്ലോ. ഇതൊക്കെ പറഞ്ഞാണല്ലോ കുഞ്ഞിനെ അവർ ഉപദ്രവിച്ചത്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മകൻ എന്ത് ചെയ്യുന്നു? അതിനുശേഷം മോൻ +2 വരെ മോഡൽ സ്കൂളിൽ പഠിച്ചു. അവിടുന്ന് അതാണ് ഞാൻ പറയാം. ഏത് ക്ലാസ് പഠിക്കുമ്പോഴാണ് കലാമണ്ഡലത്തിൽ? 8ാം സ്റ്റാൻഡേർഡ്. അതിനുശേഷം മോഡൽ സ്കൂളിൽ വന്നു. നല്ല അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച പാർവതിപുരം പത്മനാഭ അയ്യർ, പുള്ളിയുടെ കയ്യിലാണ് എൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. നല്ല മനുഷ്യനാണ്. 7 വർഷം അതെ, എനിക്ക് 7 വർഷം നമ്മുടെ തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മോഡൽ സ്കൂൾ, ചെണ്ടമേളം, ഓർക്കസ്ട്ര, ചെണ്ടതായമ്പക, ഇതിനെല്ലാത്തിനും എൻ്റെ മക്കളാണ്, എൻ്റെ കോളനിയിലെ കുട്ടികളാണ്. അവർ പങ്കെടുക്കുക A ഗ്രേഡ് നേടുകയും ചെയ്യും. അവസാനം +2-ന് ഈ പറഞ്ഞ തൃശ്ശൂർ പോയി അവിടെയും അവൻ A ഗ്രേഡ് നേടിക്കൊണ്ട് വന്നു. ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങളാണ്. അതിനെ ഞാൻ വലുതായിട്ട് കാണും. അതിനുശേഷം എൻ്റെ മോൻ അന്നത്തെ MP TN സീമ ടീച്ചർ ഇടപെട്ട് അവൻ്റെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവും വഹിച്ചുകൊണ്ട് AR റഹ്മാൻ്റെ കോളേജിൽ അവൻ പോയി മ്യൂസിക് ഡയറക്ടറായിട്ട് പഠിക്കാൻ. ചെന്നൈയിൽ. അവൻ അവിടുന്ന് മ്യൂസിക് പ്രൊഡക്ഷൻ കൺട്രോൾ പഠിച്ചിറങ്ങി. ഇന്ന് അവനൊരു മ്യൂസിഷ്യനാണ്. അവനൊരു സിനിമയിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ചെറിയ ചെറിയ മ്യൂസിക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവന് സ്വന്തമായിട്ടൊരു മ്യൂസിക് ബാൻഡുണ്ട്. ചങ്ങാതി ക്രിയേഷൻസ് എന്നാണ് അവൻ്റെ മ്യൂസിക് ബാൻഡിൻ്റെ പേര്. പിന്നെ നമ്മുടെ പ്രശസ്ത പിന്നണി ഗായിക രശ്മി സതിയുടെ പെർക്കുഷനിസ്റ്റായിട്ട് അവൻ വർക്ക് ചെയ്യുന്നു. മറ്റൊരു മകനും ഉണ്ടല്ലോ, സുധീഷ്. അവൻ ഡ്രമ്മറാണ്. പിന്നെ കുടുംബം എഴുത്തുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ അതിനൊരുപാട് അത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കേട്ടിട്ടില്ലേ? ബഷീർ പിന്നെ എന്തുവരെ പഠിച്ചിട്ടുണ്ട്? ബഷീർ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ബഷീറിന്റെ ഒരു പുസ്തകം പഠിക്കാതെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ല കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കുട്ടിക്ക് പഠിച്ചിറങ്ങാൻ പാസ്സാകാൻ പറ്റത്തില്ലെന്നുള്ള. ബഷീറിൻ്റെ ബഷീറിൻ്റെ ഒരു അനിയൻ ചോദിച്ചു, നിന്റെ ഈ പുസ്തകത്തിൽ പിന്നെ വ്യാകരണമൊന്നും ഇല്ലെന്ന്. അത് എൻ്റെ ജീവിതത്തിൻ്റെ വ്യാകരണമേ ഉള്ളതെന്നാണ് പറഞ്ഞത്. അതാണുള്ളത്. നരജകുമാരി ശരിക്കും എനിക്ക് തോന്നുന്നു ജീവിതം കാണുകയാണ്. ഈ ഹരിതകർമ്മ സേനാംഗമാണ്, ഓരോ വീടുകളിലും ചെല്ലുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഈ താഴെ തട്ടിൽ നിന്ന് ആണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്ന് ഇങ്ങനെ ഒരു പുസ്തകം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണോ ഈ മകൻ്റെ ഈ അനുഭവിച്ച ഈ ദുരനുഭവം ഒക്കെ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഒരു പുസ്തകം എഴുതണം, ചെങ്കൽച്ചൂളയെ ഇങ്ങനെ അവഗണിച്ചിട്ടിരിക്കുന്നു തീർച്ചയായിട്ടും എന്നുള്ളത് കൊണ്ടാണ്? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു രാജാജി നഗറിലെ എൻ്റെ ജീവിതം ഒന്ന് എഴുതിയിരുന്നുവെങ്കിൽ ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു സാർ. ചെങ്കൽച്ചൂള എന്ത് നടക്കണമെന്ന് എല്ലാവർക്കും അറിയണം. പക്ഷെ ഇതിന്റെ പിന്നിലെന്ന് വെച്ചാൽ എൻ്റെ ഒരു പുസ്തകമാക്കാൻ വേണ്ടി എന്നെ സഹായിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ PP സത്യൻ സാർ, സത്യേട്ടൻ, ഞങ്ങൾ സ്നേഹത്തോടെ, സത്യേട്ടനെ അറിയാമായിരിക്കാം, മാധ്യമത്തിലൊക്കെ വർക്ക് ചിന്തയിലൊക്കെ ഉണ്ടായിരുന്നു സാർ.
സത്യേട്ടനാണ് എനിക്ക് ഈ പുസ്തകം എഴുതാനും പുസ്തക രൂപത്തിലാക്കണം. കാരണം ഇതുപോലെ ഞാൻ വിഷമങ്ങൾ പറയുകയും, കാരണം 2013 അവർ ഇടം സാംസ്കാരിക പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ ചെങ്കൽച്ചുള കോളനിക്കകത്ത് ക്രമീകരിക്കാൻ വന്നു. അപ്പം അവരോട് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കി ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തപ്പോൾ എന്നോട് സത്യേട്ടനാണ് പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ചിലർ കേട്ടിട്ട് അവർ കളഞ്ഞിട്ട് അവർ പോകും, പക്ഷെ നിങ്ങളൊരു പുസ്തകമാക്കിയാൽ ഇത് ഇപ്പോഴല്ല എപ്പോഴായാലും അതിനൊരു മാന്യത കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അനുഭവങ്ങളെല്ലാം കൂടെ കൂട്ടി ചോദിച്ചുകൊണ്ട് നിങ്ങളൊരു പുസ്തകം എഴുതണം, ധനുജ പുസ്തകം എഴുതണമെന്ന് പറഞ്ഞു. ധനുജയ്ക്ക് അതിന് പറ്റുമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ഒരു. അപ്പോൾ ധനജകുമാരി ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഇതെല്ലാം തനിക്ക് തോന്നുന്ന രീതിയിൽ അങ്ങ് എഴുതും, എനിക്ക് തോന്നുന്ന രീതിയിൽ. പിന്നെ അതിനെ ഒന്ന് പരിഷ്കരിക്കാനായിട്ട് ഒരാൾ സഹായിച്ചല്ലേ, വിജില. ആ, അതിന്റെ ഒരു അല്പം ഒരു ഭംഗി കലർത്തി എന്നുള്ളതാണ്. അപ്പൊ എന്നാലും പക്ഷെ ആ ചെങ്കൽച്ചൂളയിലെ നിങ്ങളുടേതായ ജീവിത ഭാഷയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പുസ്തകം എഴുതുന്നില്ലേ, ഇപ്പം ചെങ്കൽച്ചൂളയിൽ നിന്ന് ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്ന ഒരാൾ ഉണ്ടെന്ന് പറയുന്നതും ആ ചൂളയിലുള്ള മറ്റ് മനുഷ്യർക്കുമൊക്കെ വലിയ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല സാർ, ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളനിക്കകത്ത് നേരത്തെ ഞാൻ പറഞ്ഞു വന്നത്, പുറത്ത് എന്ത് കാര്യം നടന്നാലും എവിടെ നടന്നാലും ഞങ്ങൾ ആഘോഷിക്കും. ഞങ്ങൾക്ക് ആരുടെയും വിജയം ആഘോഷിക്കുന്നതിന് ഒരു മടിയുമില്ല. കാരണം ഞങ്ങളുടെ സന്തോഷമാണ് കണ്ടെത്തുന്നത് അതിൽ. അത് മറ്റൊരാളുടെ വിജയമായിരിക്കാം. ഇപ്പോൾ വേൾഡ് കപ്പ് ആയിരുന്നാലും എന്തിനു പറഞ്ഞാൽ ഫാൻസ് അസോസിയേഷൻ പോലും ഞങ്ങളുടെ കോളനിക്കകത്ത് ഉണ്ടായത്. മോഹൻലാൽ ആദ്യം ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടായത് ഞങ്ങളുടെ കോളനിക്കകത്തുനിന്നാണ്. അപ്പം മറ്റുള്ളവരുടെ വിജയം, അവരുടെ വളർച്ചയ്ക്ക് ഞങ്ങൾ രണ്ട് കൈയും മെയ്യും മറന്ന് ഞങ്ങൾ അങ്ങ് ആഘോഷിക്കും, ഞങ്ങളങ്ങ് സന്തോഷിക്കും. പക്ഷേ ഞങ്ങളുടെ വിജയം ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. വേണ്ട, നിങ്ങളാരും അംഗീകരിക്കണ്ട, അപമാനിക്കാതിരുന്നൂടെ. ഈ സർക്കാർ ഈ ഔദ്യോഗികമായ പേരൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് എന്താ അത് മാറണമെന്ന് തോന്നുന്നു? അല്ല, ഔദ്യോഗികമായ പേര് എന്ന് പറഞ്ഞാൽ ചെങ്കൽച്ചുള എന്ന് പറഞ്ഞൊരു മോശം പേരല്ല സാർ. ആ ചെങ്കൽച്ചുള എന്ന് പറഞ്ഞ പേരിൽ തൊടാതെ ഒരിക്കൽ പോലും ഈ സെക്രട്ടേറിയറ്റോ ഈ സർക്കാരിനോ പോകാൻ പറ്റില്ല. കാരണം സെക്രട്ടേറിയറ്റ് കിട്ടാൻ വേണ്ടി ഉണ്ടായ സ്ഥലമാണ് ചെങ്കൽച്ചുള. അവിടെ രാജാജി നഗറിലല്ല എന്ന് പറയാൻ പറ്റില്ല, ചെങ്കൽച്ചുള. അപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു ചരിത്രം എടുക്കുമ്പോൾ എപ്പോഴും ചെങ്കൽച്ചുള അതിനോട് പറ്റിച്ചേർന്ന് തന്നെ നിൽക്കും. ഒരു കാലത്ത് ചെങ്കച്ചൂളക്കാരെ മുഴുവൻ അവിടെ ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമം, ഒരു നീക്കം അവിടെ ഉണ്ടായിരുന്നു. ഒരു വലിയ വൻകിടക്കാരൻ അത് പറഞ്ഞു, ഇങ്ങനെ ഒരു കുറച്ച് സ്ഥലം അത് അപ്പോഴും നമ്മുടെ സർക്കാർ ഇടപെട്ട് തന്നെയാണ് ഇല്ല അവിടുത്തുകാർക്ക് തന്നെ അത് അവിടെ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ളൊരു തീർപ്പിലെത്തിയത്. ഇനി ഇതിന്റെ വേറൊരു പുസ്തകം കൂടെ എഴുതുന്നു എന്ന് അറിഞ്ഞു. അതും എന്താണ്? എഴുതിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞില്ല സാർ, എൻ്റെ അടുത്ത് സാർ ഇപ്പോൾ ഒരു എഴുത്തിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് എഴുത്ത് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ജീവിതം, അപ്പോൾ എൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതവും എൻ്റെ കണ്ണിൽ കാണുന്നതും എൻ്റെ ചെവിയിൽ കേൾക്കുന്നതും എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതും മനസ്സിന് സന്തോഷം തരുന്നതും ഞാൻ പോകുന്ന സ്ഥലവും ഞാൻ കഴിക്കുന്ന ഭക്ഷണവും ഞാൻ ചെയ്യുന്ന ജോലിയും ഞാൻ ഉടുക്കുന്ന ഡ്രസ്സും എൻ്റെ കോളനിക്കാരുടെ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഞാൻ എഴുതുന്നത്. അപ്പം ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് എന്നെ ഇന്ന് സമൂഹം അംഗീകരിക്കുമ്പോൾ എനിക്ക് വളരെ ബഹുമാനവും സ്നേഹവും എനിക്ക് അവരോടുണ്ട്. എനിക്ക് അവർ തരുന്നേക്കാൾ 100 ഇരട്ടി എനിക്ക് അവരോടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു സാർ, ഇപ്പം നമുക്ക് 2 യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മുടെ പുസ്തകം വരെയെന്ന് പറഞ്ഞാൽ ഇതിൽ പരം വേറെ ഒരു ഭാഗ്യമല്ല. പക്ഷേ അവിടെ ഞാൻ കാണുന്നത് എൻ്റെ പേരല്ല, ചെങ്കൽച്ചൂള. അവിടെയും ഭാഗ്യം എന്ന് പറഞ്ഞാൽ പോരെ, മഹാഭാഗ്യമാണ്. എനിക്ക് തോന്നുന്നു താങ്കൾ പിന്നെ ഭാരതം മുഴുവൻ അറിയപ്പെടും കേട്ടോ. കാരണം 9ാം ക്ലാസ്സുകാരിയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി ഇതിനെപ്പറ്റി വല്ലതും അറിഞ്ഞാൽ മൻ കി ബാത്തില് പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, മൻ കി ബാത്ത്, മാസം തോറും ഒരു റേഡിയോ പരിപാടിയുണ്ട്. ചിലപ്പോൾ അതിലെങ്ങാനും പരാമർശിക്കും ഇങ്ങനെ ഒരു 9ാം ക്ലാസ്സുകാരി അവരുടെ ജീവിതം പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ആ പുസ്തകം യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പിന്നെ ഒരു CPM പ്രവർത്തകയാണെന്നൊക്കെ അറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി നമുക്ക് ബഹുമാനിക്കണ്ടേ സാർ? നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ, തീർച്ചയായിട്ടും അതിലും ഞാൻ അഭിമാനിക്കുന്നു. ഇതിങ്ങനെ ഈ പുസ്തകത്തിലെ ഓരോരോ അധ്യായമായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഞാനത് നോക്കിയപ്പോഴേ ഇതിനകത്ത് ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ചെങ്കൽച്ചൂളയെ കുറിച്ച് തന്നെ, പിന്നെ ചൂളയെ കുറിച്ച് വീണ്ടും വീണ്ടും പറയാം എന്നൊക്കെ പറഞ്ഞുള്ള അധ്യായം. ഇന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ആ അധ്യായം മാത്രമല്ല, എനിക്ക് ഇന്നും ഞാൻ മരിക്കുന്നവരെ പറയാനുള്ളത് വീണ്ടും വീണ്ടും അവിടുത്തുകാരുടെ ജീവിതവും ഞങ്ങളുമായിട്ട് കൂട്ടിക്കിടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഈ നിങ്ങളെ ഞാൻ ഈ താഴ്ത്തി കെട്ടുകയല്ല, ഞാൻ തിരുവനന്തപുരത്ത് വന്ന കാലം മുതൽ കേൾക്കുന്ന ഒരു കാര്യം, പണ്ട് ഈ നമുക്കറിയാമല്ലോ രാത്രി 8 മണിയോ 8:30 കഴിഞ്ഞാൽ പിന്നെ ദൂരെ നിന്ന് വരുന്ന KSRTC ബസ് ബേക്കറി ജംഗ്ഷൻ വഴി പോകത്തില്ല, സ്റ്റാച്യു വഴി അങ്ങ് പോകത്തേ ഉള്ളൂ. കാരണം ഇവിടെ ഈ ചെങ്കൽച്ചൂള മോഡൽ സ്കൂൾ ജംഗ്ഷൻ അവിടെ രാത്രി പിടിച്ചുപറിയൊക്കെ അല്ലേ
ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആൾക്കാരെ അവിടെ ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വഴി കൂടെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ അങ്ങനെ നിങ്ങളിപ്പോൾ പറയുന്നത് ഞാൻ കേൾക്കുന്നു, പക്ഷെ അങ്ങനത്തെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ സാറേ, അതുകൊണ്ട് അതുവഴി ബസ് പോകത്തില്ല, കാര്യം ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പിടിച്ചുപറി മോഷണം അല്ലേ? ഞാൻ ആ കോളനിക്കാരെ അങ്ങനെ തീർച്ചയായിട്ടും അത് അങ്ങനെ ചോദിക്കണം സാറേ. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഹൈടെക് ആയിരിക്കുന്ന കഴക്കൂട്ടത്ത് എന്തായിരുന്നു പണ്ട് കാലത്ത് രാത്രിയിൽ വന്ന് ആരും ആ സമയത്ത് ഇറങ്ങത്തില്ല. സാറേ ഇതൊക്കെ ഇല്ലാത്ത ഏത് സ്ഥലമുണ്ട്? ശരിയാ, ലോകത്തെല്ലായിടങ്ങളിലും. അപ്പം എനിക്ക് ഇപ്പം നമുക്ക് ഓരോ കഥാപാത്രത്തോടും നമുക്ക് സ്നേഹവും പിന്നെ ഇഷ്ടമൊക്കെ തോന്നും അല്ലേ, ഓരോ കഥാപാത്രത്തോട്. അപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് കായംകുളം കൊച്ചുണ്ണി. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരുപാട് മോഷണമാണ്. ഇവിടെ നിങ്ങൾ പറയുന്നു, അതിനെ നിങ്ങൾ പുകഴ്ത്തുന്നു, ഇവിടെ നിങ്ങൾ പറയുന്നു ഇവിടെ ഇതുവഴി പോകുമ്പോൾ ഞങ്ങളുടെ അവിടെ പിടിച്ചുപറി മോഷണം ആണ്. ഇതില്ലാത്ത തിരുവനന്തപുരത്തൊന്നല്ല, ഈ ലോകത്ത് ഇതില്ലാത്ത ഒരു സ്ഥലം എനിക്ക് സാറിന് പറഞ്ഞു തരാൻ പറ്റും? ഇല്ല, എല്ലായിടങ്ങളിലും. കായംകുളം കൊച്ചുണ്ണി മോഷണം ചെയ്താൽ, കായംകുളം കൊച്ചുണ്ണി മോഷണം ചെയ്താൽ അത് ആഹാ, ചെങ്കൽച്ചുള്ളക്കാര് പറയുമ്പോൾ അവർ ചെയ്തില്ലെങ്കിലും അവർ മോഷ്ടാക്കാർ അല്ലേ? ഇതിൻ്റെ പേര് ചെങ്കച്ചുള്ളയുടെ പേരിൽ എത്രയോ പേര് ചെയ്യുന്നതായിരിക്കും സാർ. ഞങ്ങൾക്ക് അനുഭവമാണ്. ഈ അടുത്ത കാലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഈ അടുത്ത കാലത്ത് ഞാനിങ്ങനെ രാമചന്ദ്ര വഴി ഇങ്ങനെ എനിക്കൊരു 6 മാസമായുള്ളൂ, ഞാനിങ്ങനെ നടന്ന് ഓട്ടോയിൽ വരെ. ഞാൻ ഓട്ടോയിൽ വരുമ്പോൾ ഒരു സ്ത്രീ തോർത്ത് വിട്ടുകൊണ്ട് നിൽക്കുക ഒരു സ്ത്രീ, ഇപ്പം ഒരു 6 മാസമായുള്ളൂ. തോർത്ത് വിട്ടുകൊണ്ടിരുന്ന സ്ത്രീ എടുത്ത് വേറൊരാൾ വഴക്കൂടെയാണ്. വഴക്കൂടുമ്പോൾ അവർ പറയുകയാണ്, രാമചന്ദ്ര ഫ്രണ്ടിൽ ആ ചേച്ചി ഇന്നും ഉണ്ട് അവിടെ, നിങ്ങൾക്ക് ചോദിക്കാം ഇത് സത്യമാണോ എന്ന്. ആ ചേച്ചി ഒരിക്കലും പറഞ്ഞ തെറ്റെന്ന് ഞാൻ പറയില്ല, ചേച്ചിയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതായിരിക്കാം. അപ്പോൾ ഈ ചേച്ചി തോർത്തിരുന്ന് ചേച്ചി ഇങ്ങനെ വഴക്കൂടെ ഒരാളടുത്ത്, നീ ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്നില്ലേ? ഞാൻ ഇവിടെയുള്ള നിനക്ക് അറിയാമോടാ? അപ്പം ഞാൻ നാളെ ചെങ്കച്ചുള്ളിൽ എല്ലാ ആൾക്കാരെയും കൊണ്ടുവരോടാ, ഞാൻ ചെങ്കച്ചുള്ളിയുള്ളതാണെന്ന് പറയണ സ്ത്രീ. അപ്പം ഞാൻ ഇങ്ങനെ ഓട്ടോ ഇങ്ങനെ തിരിഞ്ഞ് നോക്കി ഇവരെ നോക്കി ഞാൻ അങ്ങ് പോവുകയാണ്. ഇവർ പറയണം. അപ്പം എന്ന് വെച്ചാൽ വേറെ ഇരിക്കുന്ന ആൾ കച്ചവടത്തിന് ആളെ കൊണ്ടുവന്നിട്ടാ പറയണം. അപ്പം ഞാൻ പിറ്റേന്ന് വന്ന് ഓട്ടോയിൽ പോയിട്ട് പിറ്റേന്ന് ഞാൻ രാമേന്ദ്രൻ വന്ന്. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല രാത്രി, കിടന്നെനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ അവരുടെ അടുത്ത് വന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ രാമേന്ദ്രൻ ഞാൻ ആ ചേച്ചി എവിടെ താമസിക്കണമെന്ന് ചോദിച്ചു. ഞങ്ങളില്ല ചേച്ചി എവിടെ താമസിക്കണമെന്ന് ഞാൻ ചോദിച്ചേടെന്ന് പറഞ്ഞു. ചേച്ചി ചെങ്കച്ചുള്ളയിലാണ് താമസിക്കുന്നത് കേട്ട്. അപ്പോൾ ഇവർ 1-2 പേരൊക്കെ പറഞ്ഞു. ആ പേരുകാരൊക്കെ എനിക്കറിയാം. ചേച്ചി ചെങ്കച്ചുള്ളയിലാണ്. അല്ല, ചേച്ചി എന്തിനൂടെ ഒന്ന് ഓപ്പണായിട്ട് ചെങ്കൽച്ചുള്ള എന്ന് പേര് വിളിച്ച് പറഞ്ഞത്? ഞങ്ങളുടെ തലമുറ വളർന്നു വരെയാണ്, ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് നല്ല രീതിയിൽ ആ കുട്ടികൾ വരെയാണ്. നിങ്ങളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ചെങ്കൽച്ചുള്ളയിലുള്ളവരാണെന്ന് പറഞ്ഞു നിങ്ങളിങ്ങനെ ഭീഷണി പോലെ മുഴക്കി പറയുമ്പോൾ അത് ബാധിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളെയാണ്. ചേച്ചി എന്തിനു പറഞ്ഞെന്ന് കേട്ട് ചേച്ചി എന്നോട് മാപ്പ് പറഞ്ഞു. ഞാൻ ഇല്ല മോളെ ഇങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതിന് എനിക്ക് വിഷമമില്ല, പക്ഷേ നിങ്ങൾ ഇത്രയും ആൾക്കാർ, ഈ രാമചന്ദ്രൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് രാമചന്ദ്രൻ, അറിയാമല്ലോ. ഇവിടെ നിങ്ങൾ ഇത്രയും ഓപ്പണായിട്ട് വിളിച്ച് പറയുമ്പോൾ അത് മോശമല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. ഇന്ന് ഞാനിവിടെ പോകുമ്പോൾ ചേച്ചിയെ കാണാറുണ്ട്, കൈ കൊടുക്കാറുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ധനജകുമാരി എന്തായാലും ചെങ്കൽച്ചൂള എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം, എൻ്റെ അഭിമാനം അതുകൊണ്ടാണല്ലോ പുസ്തകത്തിൽ തന്നെ ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം. പുസ്തകത്തിൽ മാത്രമല്ല സാറേ, എൻ്റെ മക്കളും പറയാറുണ്ട്, അവർക്ക് എന്തെങ്കിലും അവരാവുമെങ്കിൽ ഒരു കലാമണ്ഡലത്തിന് ആഗ്രഹിച്ച് അവർക്ക് ആഗ്രഹം ചെങ്കച്ചുള്ള നിതീഷ്, ചെങ്കൽച്ചുള്ള സുധീഷ് എന്നറിയപ്പെടാനാണ്. അതുപോലെ അവിടെ വളർന്ന ഓരോ പ്രതിഭകളും അങ്ങനെ ആണ് ആഗ്രഹിക്കുന്നത്. അന്ന് അതിന് പിന്നെ ഒരു തുടർ സമരമായിട്ട് അത് പോയിരുന്നുവെങ്കിലുണ്ടല്ലോ കേരളത്തിലൊരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചേനെ കലാമണ്ഡലത്തിനകത്ത്. ധനജകുമാരിയും ഒക്കെ ഒന്ന് മനസ്സിരുത്തിയിരുന്ന അത് സംഭവിച്ചേനെ. വിപ്ലവം നല്ല സാറേ, ഇപ്പോഴും അതിന്റെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്റെ വിപ്ലവം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇവരെ കുറിച്ച് പറയും. അല്ലെന്ന് തെളിയിക്കാനുള്ള അവരുടെ ബാധ്യത, അത് എൻ്റെ ബാധ്യതയല്ല, എൻ്റെ അനുഭവം. അവരത് ചെയ്തിട്ടില്ല എങ്കിൽ അവരങ്ങനെ നിതീഷ് എന്ന് പറഞ്ഞൊരു കുട്ടി കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ. നിതീഷ് എന്ന് പറഞ്ഞ കുട്ടിയുടെ TC അവർ പോസ്റ്റ് വഴി എല്ലാം അയച്ചിട്ടുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ. അവരുടെ അച്ഛനും അമ്മയും പോയി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ. ആ കുട്ടി അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലുമാണ് പോയി നിതീഷിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ. അവർക്ക് എന്തെല്ലാം കാര്യം തെളിയിക്കാം ഇല്ലേ? അവർ തെളിയിക്കട്ടെ, ഞാൻ അവർ വെല്ലുവിളിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ചേരിയിൽ വളർന്ന് ചേരിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ കഥയാണ് 2 സർവകലാശാലയിലെ കുട്ടികൾ പഠിക്കുകയാണ്. ധനജകുമാരി ഇനിയും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് ജീവിതകഥകൾ പറയുന്ന മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട്
മാറട്ടെ. ചെങ്കൽച്ചൂളയ്ക്കും അത് അഭിമാനമായി മാറട്ടെ. തീർച്ചയായിട്ടും. തിരുവനന്തപുരത്തിനാരായ ഞങ്ങളും ഒക്കെ അക്കാര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി ചെങ്കൽച്ചൂള എന്നുള്ളത് വളരെ നമ്മൾ മറ്റുള്ള സ്ഥലം പോലെ തന്നെ ഇനി ഞങ്ങളെല്ലാവരും കാണട്ടെ. ഇത് കേൾക്കുന്നവരും ഒക്കെ അങ്ങനെ കാണട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എന്തായാലും വളരെ നന്ദി, എല്ലാവിധ ആശംസകളും.